ഇന്ന് നമുക്ക് മിൽക്കി നട്ട് ഫ്ലേവറിലൊരു കേക്ക് ചെയ്യാം. ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലറായ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് വാനില സ്പഞ്ചും സ്പെഷ്യൽ സിറപ്പും സ്പെഷ്യൽ ക്രീമും ഗണാശയും നല്ല ക്രിസ്പി ആൽമണ്ട്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ മിൽക്കി നട്ട് എന്ന് പറയുന്നത്. ക്രിസ്പി ആൽമണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ക്രിസ്പി ആൽമണ്ട്സ് എന്ന് എടുത്ത് പറഞ്ഞതെന്ന്. പറയാൻ കാരണമുണ്ട്, ഞാൻ പറയാം. ഒരു 5 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഓവൻ പക്ക ഓഫാക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ആൽമണ്ട്സ് നമ്മുടെ ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് അവിടെ വെക്കുക. എന്നിട്ട് പുറത്തെടുത്ത് കൂൾ ഡൗൺ ചെയ്താൽ അത് നമ്മളൊന്ന് വായിലിട്ട് കടിച്ച് നോക്കി ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിൻ്റെ ടേസ്റ്റേ മാറും. ഇത് നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്ങിൽ വരുമ്പോൾ അടിപൊളിയായിരിക്കും, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ മിൽക്കി നട്ട് ഫ്ലേവർ കഴിച്ച ആരും തന്നെ, എൻ്റെ കസ്റ്റമേഴ്സ് ആരും തന്നെ ഇതുവരെ ഒരു ഫീഡ്ബാക്ക് പറയാതിരുന്നിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ലൈക്കാവുന്നൊരു കേക്കാണത്. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഭയങ്കര ലൈക്കാവുന്നൊരു കേക്കാണത്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു 1 kg മിൽക്കി നട്ട് ഫ്ലേവറിലൊരു കേക്ക് ചെയ്യാനാണ്. ഇത് വന്നിട്ട് 1 kg ബാറ്റർ നമ്മൾ 9 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. 2 ലെയർ ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിരുന്നു സ്പെഷ്യൽ ക്രീം, സ്പെഷ്യൽ സിറപ്പ് എന്നൊക്കെ. അപ്പം അതിലൊക്കെ എൻ്റേതായ കുറേ പൊടിക്കൈകൾ ചേർത്തിട്ടാണ് എൻ്റെ ഒരു കേക്ക് ക്രിയേറ്റായി വരുന്നത്. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഫീഡ്ബാക്കാണ് എൻ്റെ കേക്കിനൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ എല്ലായ്പ്പോഴും വലിയ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ആൾ അങ്ങനൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിക്കല്ലോ. അങ്ങനെ എൻ്റെ കേക്കിലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്. കൊല്ലത്തിലൊക്കെ ഒരിക്കൽ ഉണ്ടെങ്കിലായി. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇതുവരെ ചീത്തൊന്നും കേട്ടിട്ടില്ല. കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫ്രിഡ്ജ് കേടായൊരു സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം ക്രീം സ്റ്റിഫായിട്ട് നിൽക്കുന്നില്ല, കേക്ക് നന്നായിട്ട് നിൽക്കുന്നില്ല, ലൂസായി പോവുക. അതുകൊണ്ട് തന്നെ ടേസ്റ്റിൽ വ്യത്യാസം വരിക. നമുക്കത് ഒരു തണുപ്പുണ്ടെങ്കിലല്ലേ കഴിക്കാനുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാഷാ അല്ലാഹ് ഫ്രിഡ്ജൊക്കെ മാറ്റി അടിപൊളിയായിട്ട് കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഓക്കെ, ബൈ.